അഭിലാഷ്, വനിതാ പ്രാതിനിധ്യം, നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് തന്നെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അനൂപ് ജേക്കബ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഇന്ന് ചർച്ചകൾ ആരംഭിക്കുകയാണ്. എന്താണ് 2011 ആ സ്റ്റാറ്റസ് കോ അതേപടി തുടരുമെന്ന് കരുതുന്നുണ്ട്? ഇന്ന് ചർച്ചയിലേക്ക് കടക്കുന്നേ ഉള്ളൂ. പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് പൊതുനിർദ്ദേശങ്ങളൊക്കെ വരും. നിർദ്ദേശങ്ങൾ ആദ്യം വരട്ടെ, അതിനനുസരിച്ച് അഭിപ്രായങ്ങൾ പറയാം. UDF ഇന്ന് ഉപേക്ഷിച്ച് ചർച്ച ഇന്നോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അകത്ത് പൊതുവായ എല്ലാ കാര്യങ്ങളും വരും. ഇനി മുമ്പോട്ടുള്ള മന്ത്രിസഭയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നലെ ഞങ്ങൾ എടുത്ത തീരുമാനം. അപ്പം ഇന്ന് തന്നെ ഫൈനലൈസ് ചെയ്യും എല്ലാ കാര്യങ്ങളും. താങ്കളുടെ പിതാവിന് ശേഷം മന്ത്രിസഭയിൽ വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും വീണ്ടും ഒരു UDF മിനിസ്ട്രി വരുമ്പോൾ താങ്കളും കൂടി അതിന്റെ ഭാഗമാവുമ്പോൾ അത്തരമൊരു വകുപ്പ് പ്രാധാന്യമുള്ള വകുപ്പാണോ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും തന്നെ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടില്ല, ആവശ്യങ്ങളും വെച്ചിട്ടില്ല. അത് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഒരു ലൈൻ ഉണ്ടാക്കാറുണ്ട്, ഒരു ലൈൻ കീപ്പപ്പ് ചെയ്യാറുണ്ട്. അതനുസരിച്ച് മുമ്പോട്ട് വെക്കും. അപ്പോൾ അത് വരട്ടെ, ഇന്നത്തെ ഉപേക്ഷ ചർച്ചയിൽ അത് വരുമല്ലോ. അതിനുശേഷം പ്രതികരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷേ മന്ത്രിസ്ഥാനം എന്തായാലും കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിക്ക് ഉറപ്പ്, അതങ്ങനെ തന്നെ കരുതും. എല്ലാ ഘടകകക്ഷികൾക്കും പ്രാതിനിധ്യം ഉണ്ടാവുക എന്നതൊരു കീഴ്വഴക്കമാണല്ലോ. UDF ഒരു ടീം UDF ഒരു എല്ലാ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടീസിനും അതിൻ്റെതായ പ്രാതിനിധ്യം എല്ലാ കാലത്തും ഉണ്ട്. ആ രീതിയിൽ ഘടകകക്ഷികൾക്കുണ്ടാവും. കഴിഞ്ഞ തവണ 2011 ലീഗിന് 5 മന്ത്രിമാരുണ്ട്. പക്ഷേ ഇത്തവണ ചില ബുദ്ധിമുട്ടുണ്ട്. അത് 4 ഒതുങ്ങണം. ചില സാഹചര്യങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചുവെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം ചില സാഹചര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകുമോ? ഇല്ല, അതൊക്കെ വരുന്നേ ഉള്ളല്ലോ. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പൊ എല്ലാ ഘടകകക്ഷികൾക്കും പ്രാതിനിധ്യം ഉണ്ടോ എന്നുള്ളതല്ലേ ചോദ്യം ചോദിച്ചേ. അത് ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാവുമെന്നുള്ളത് അറിയിപ്പ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കഷൻ. അല്ല, ഇത്തവണ ഒരു കൂടുതൽ MLA മാരുണ്ട്, കോൺഗ്രസിന് കൂടുതൽ പ്രാതിനിധ്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് ചില കൂടുതൽ പേരെ മന്ത്രിസഭയിൽ കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഘടകകക്ഷികൾ ചില വിട്ടുവീഴ്ചകൾക്ക് വേണ്ടി വരുമോ? അല്ല, അതിൻ്റെ അകത്ത് ഇലക്ഷൻ സമയത്തും ഒക്കെ ഞങ്ങൾ എല്ലാ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തൊക്കെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും. അപ്പം വിട്ടുവീഴ്ച മനോഭാവത്തോടെ തന്നെയാണ് UDF. അതാണല്ലോ ടീം UDF ഇത്തവണ വന്നത്. ആ ടീം UDFനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. എല്ലാ ഘടകകക്ഷികൾക്കും പരിഗണന കൊടുക്കുന്ന ഒരു മന്ത്രിസഭ അതായിരിക്കും പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ, അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഇടതുമുന്നണി ഈ ടേം വ്യവസ്ഥ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത്തരം സാധ്യതകൾ വന്നാൽ വഴങ്ങേണ്ടി വരുമോ? ഇല്ല, അങ്ങനെയുള്ള ചർച്ചകളൊന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ വരാത്ത ചർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചർച്ചകൾ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അഭിലാഷ്, അത് തന്നെയാണ് അനൂപ് ജേക്കബ് സൂചിപ്പിച്ചതുപോലെ ഘടകകക്ഷികളുടെ ചർച്ചകൾ ആരംഭിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം, ഓരോരുത്തരായി വന്നു പോകുന്നു, ആ ചർച്ചകളിലേക്ക് കിടക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ചർച്ചകൾ വേഗത്തിൽ മുന്നോട്ട് പോകും. എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്, ആരും പിടിവിട്ട് പറയുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.